നമ്മൾ വീണ്ടും നമുക്ക് തിരിച്ച് വീണ്ടും ആ സംഖ്യാപുസ്തകത്തിലേക്ക് പോകാം. സംഖ്യാപുസ്തകം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴേ അവരുടെ കലഹം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അവരുടെ പ്രതിസന്ധി ഹല്ലേലൂയ അഹരോന് ചോദ്യം ചെയ്യുന്നു. വടി എപ്പോഴും അധികാരത്തെ കാണിക്കുന്നതായ ഒന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എവരുടെ ഈ കലഹത്തെ ഒന്ന് നിർത്തണമെങ്കിൽ എന്തുവാണ്? ദൈവം ഒരു മാർഗം കണ്ടുപിടിച്ചു. ദൈവം എപ്പോഴും പോം വഴി കണ്ടുപിടിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ആ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ നിന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് ദൈവം പദ്ധതി കണ്ടുപിടിക്കും. ദൈവം ചില പ്രോഗ്രാമുകൾ ദൈവം ചെയ്യും. ദൈവം ചില പദ്ധതികളെ ഒരുക്കും. ദൈവം ചില വഴികളെ കണ്ടുപിടിക്കും. ദൈവത്തിന് ആരെ ഉപയോഗിക്കാം, എന്തിനെ ഉപയോഗിക്കാം, ആരിൽ കൂടെയും ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാം, എന്തിൽ കൂടെയും ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാം. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ മോശയോട് പറയാണ്, ഈ 12 വടികൾ വാങ്ങിയിരുന്നു പറഞ്ഞു. ആ 12 വടികൾ കൊണ്ടുവരിക. ഈ 12 പേര് ഹല്ലേലൂയ അവരുടെ വടികൾ കൊടുത്ത പേരൊക്കെ എഴുതി കാണും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ കലഹമൊക്കെ 16-ാം അധ്യായത്തിൽ ഉണ്ടായപ്പോൾ ഇന്നത്തെ സഭ വല്ലതും ആണെങ്കിൽ ഉപദേശി പറയും, ഹല്ലേലൂയ ഞങ്ങള് കമ്മിറ്റിയൊക്കെ ഒന്ന് വിളിക്കട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ട് ഞങ്ങൾ പരിഹാരം കണ്ടെത്താമെന്ന് ഹല്ലേലൂയ ഇന്നത്തെ സഭാ നേതാക്കന്മാര് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ മോശ അത് ചിന്തിച്ചില്ല. മോശ വെയിറ്റ് ചെയ്യാണ്. അഹരോൻ എന്തുവാണ്? വെയിറ്റ് ചെയ്യാണ്. കർത്താവ് ഞങ്ങളോട് എന്ത് പറയും? കർത്താവ് ഞങ്ങളോട് എന്ത് സംസാരിക്കും? കർത്താവ് ഞങ്ങളോട് എന്ത് പറയുമെന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ചിന്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതായ അഹരോനെയും മോശയും ദൈവം കൈവിട്ടില്ല. അപ്പോൾ 17-ാം അധ്യായത്തിൽ എന്തുവാണ്? ദൈവം ചിന്തിച്ചു, ഹല്ലേലൂയ എനിക്ക് വേണ്ടി നിൽക്കുന്നതായ ഹല്ലേലൂയ ഈ ലേവ്യരെ ഞാനൊന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി നിന്നതായ ഈ അഹരോനെ ഞാനൊന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി നിന്നതായ ഈ ഗോത്രത്തെ ഞാനൊന്ന് ഉയർത്തുവാനായിട്ട് പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു എവരെ ചോദ്യം ചെയ്യപ്പോൾ കർത്താവ് ചിന്തിച്ചു കാണും, ഹല്ലേലൂയ ഞാൻ ആക്കി വെച്ചതായ എൻ്റെ മകനായ ഞാൻ വിളിച്ച് പുരോഹിത ശുശ്രൂഷ കൊടുത്തതായ അഹരോനോ ചോദ്യം ചെയ്തുവെങ്കിൽ അവര് അഹരോനെ അല്ല ചോദ്യം ചെയ്ത് ആക്കി വെച്ച് എന്നെയാണ് ചോദ്യം ചെയ്തത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഒരു ദൈവദാസനെ നീ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വേലക്കാരെ ഹല്ലേലൂയ നീ പ്രതിസന്ധിയിൽ കൊണ്ടുവരുന്നുവെങ്കിൽ ഒരു കാര്യം എപ്പോഴും ചിന്തിച്ചോണം, ഹല്ലേലൂയ നീ വേദനിപ്പിക്കുന്നത് ആ ദൈവദാസനെ മാത്രമല്ല, അവനെ ആക്കി വെച്ചതായ സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തെ കൂടെ നീ വേദനിപ്പിക്കുന്നുള്ളതായ കാര്യം ഒരിക്കലും ദൈവത്തിന്റെ മക്കളെ മറന്ന് പോകല്ലേ. ഇവിടെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ 12 വടികൾ കൊണ്ടുവരാൻ പറഞ്ഞു. പേരുകളൊക്കെ എഴുതി. കാര്യം പേരൊക്കെ എഴുതി വെച്ചില്ലെങ്കിൽ അറിയാം, ഹല്ലേലൂയ ഈ പുറപ്പെടുക്കുന്ന ഈ പ്രശ്നക്കാരെന്തുവാണ് എൻ്റെ വടിയാണെന്ന് പറഞ്ഞു വേണമെങ്കിൽ എന്തുവാണ് അവകാശം പറയും. അതുകൊണ്ട് എല്ലാവരുടെയും പേരുകളെ എഴുതി അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഓരോ ഗോത്രത്തിലെ ഓരോ വടി ഉണ്ടായിരിക്കണം. സമാപന കൂടാരത്തില് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വയ്ക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളർക്കും. അപ്പോൾ ഒരു കണ്ടീഷനാണ്, ഞാൻ ആരെ തെരഞ്ഞെടുക്കുമോ അവന്റെ വടി തളർക്കുവാൻ പോവുകയാണ്. ആ വടി തളർത്ത് കണ്ടു കഴിഞ്ഞാൽ അവനായിരിക്കും എന്തുവാണ് എന്നേക്കും പുരോഹിതന്. അവരായിരിക്കും പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടത്. നിങ്ങൾ ആരും ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല എന്ന് ദൈവം അവിടെ പറയാണ്. ഇത് കേട്ടപ്പോൾ മാനുഷികമായി എന്തുവാണ് അഹരോന്റെ വടിയേല് അഹരോന്റെ പേരെഴുതിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയപ്പോൾ അഹരോന് ചിന്തിച്ചു കാണും. അഹരോന്റെ ഹൃദയത്തിലുള്ളതായ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോയി. കാര്യമേ ഈ പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്ര നാളും ജീവിച്ചതും പ്രവർത്തിച്ചതും. അപ്പോൾ നാളെ മുതൽ ഈ പുരോഹിത ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ എന്തുവാണ് എനിക്ക് കിട്ടേണ്ടി ഒന്നും കിട്ടത്തില്ല, ജീവിക്കാനൊക്കത്തില്ല എന്ന് ആർക്കറിയാം? ഈ അഹരോന് അറിയാം. പട്ടിണിയാകും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ മറ്റൊരു പല ചോദ്യങ്ങളും അഹരോന് ഉണ്ടായിക്കണം. കാര്യം ഈ വടി എന്ന് പറയുന്നത് ഒരു പച്ച വടിയല്ല. അല്പം പോലും ഒരു വെള്ള ത്തിന്റെ നനവ് പോലും ആ വടിയിൽ കാണുകയില്ല. കാര്യം വർഷങ്ങളായിട്ട് ഈ വടി അഹരോൻ ഉപയോഗിച്ച വടിയാണ്. ഇത് ഉണങ്ങി എന്തുവാണ് കിളിക്കുവാന് അതിൽ നിന്ന് എന്തെങ്കിലും മുളച്ചു വരുവാനായിട്ട് ഒരു സാധ്യതയില്ലാത്തതായ ഒരു വടിയാണ്. നമുക്കറിയാം, ഒരു മരം നമ്മൾ വെട്ടി, എന്നാൽ ആ മരത്തിന്റെ ചില വേരുകളെ അടിയിൽ കിടക്കുന്നുവെങ്കിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ തന്നെയും അല്പം നനവും വെള്ളവും ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ എന്തുവാണ് ആ വേരിൽ നിന്ന് എന്തുവാണ് ഹല്ലേലൂയ നമുക്കറിയാം ചില ശിഖരങ്ങൾ കിളിച്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വടിയിൽ എന്തുവാണ് ഒന്ന് തളർക്കുവാനോ ഇത് ഫലം കായ്ക്കുവാനോ ഹല്ലേലൂയ ഒരു സാധ്യതയും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടിക്കില്ല. മനുഷ്യ
മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറ്റൊരു കാര്യം, ഈ വടി അനേക നാളുകളെ ഉപയോഗിച്ചതായ വടിയാണ്. ഇത് ജീവനില്ലാത്ത വടിയാണ്, ഇത് ഉണങ്ങിയ വടിയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം അറിയാവുന്നതായ അഹരോന് വളരെ ചോദ്യങ്ങൾ. അത് മാത്രമല്ല, അഹരോനൊക്കെ കേട്ട് കാണും, ഹല്ലേലൂയ, സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ എന്താണ് കിളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സയൻസും അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യപ്രകാശം എപ്പോഴും കിളിച്ചു വരുവാനായിട്ട് ആവശ്യമുണ്ട്. എന്നാൽ സൂര്യപ്രകാശവും ലഭിക്കുന്നില്ല. കാര്യം രാത്രിയിലാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കുവാൻ ആളില്ല, വളവിടുവാൻ ആളില്ല, സൂര്യപ്രകാശം ലഭിക്കുന്നില്ല, ഇത് ഉണങ്ങിയ വടിയാണ്. അപ്പോൾ ഈ വടിയിലൂടെ ഒരല്പം നടക്കുമോ എന്ന് ചിലപ്പോൾ അഹരോൻ ചിന്തിച്ചു കാണും. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ അഹരോന്റെ സ്ഥാനത്താണെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, ഞാൻ ആ കട്ടിലെ കടന്ന് ഉരുളും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഭക്തനായ ആ മനുഷ്യൻ തൻ്റെ കിടക്കയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കാണും എന്തുവാണ് സംഭവിക്കുവാൻ പോകുന്നത്. അതുമാത്രമല്ല, 30 ലക്ഷം ജനങ്ങളെ ഒന്നിച്ച് യാത്രയാണ്. അവരെല്ലാം കാത്തിരിക്കുകയാണ്, നാളെ ആരുടെ വടിയാണ് തളർക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. മോശ മിക്കവാറും ഈ സംഘത്തെ അല്ലെങ്കിൽ ഈ ജനത്തെ എല്ലാം ഒന്നിച്ചു കൂട്ടും. വലിയൊരു സഭയാണ്. ഹല്ലേലൂയ. 30 ലക്ഷം പേരുള്ളതായ വലിയൊരു സഭയാണ്, മരുഭൂമിയിലെ സഭയാണ്. ഇവരെല്ലാം വിളിച്ചു കൂട്ടിയാണ് സാധാരണ അനൗൺസ്മെന്റുകൾ മോശ ചെയ്യുന്നത്. അപ്പോൾ നാളെ ഹല്ലേലൂയ ഇവരെ വിളിച്ചു കൂട്ടുമ്പോൾ ഹല്ലേലൂയ എന്തുവാണ് കേൾക്കുവാൻ പോകുന്നതായ ചിന്ത. ഇത്രയും ഞാൻ നാളെ ശുശ്രൂഷിച്ചു, ഞാൻ പരാജയപ്പെട്ടോ, എൻ്റെ വടി ഹല്ലേലൂയ ഒരല്പമെങ്കിലും ഒന്ന് കിളിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ തളർക്കുന്നില്ല എങ്കിൽ, അയ്യോ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു ഈ അഹരോനെ കരഞ്ഞു കാണും. അഹരോനെ ചിലപ്പോൾ ചിന്തിച്ചു കാണും, കർത്താവേ എൻ്റെ വടി ഒരല്പമെങ്കിലും കർത്താവെ ഒന്ന് പച്ച പിടിക്കുവാൻ നീ സഹായിക്കണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കാണുമെന്നാണ് എൻ്റെ ചിന്ത. എന്നാൽ വളരെ വേദനിച്ച് ഹല്ലേലൂയ ഇരിക്കുന്നതായ ഒരു അർദ്ധരാത്രി എന്ന് പറയാം. പ്രിയമുള്ളവരെ, പലരെയും ദൈവം അനുഗ്രഹിച്ചത് ചില അർദ്ധരാത്രിയിലൂടെ കടന്നുപോയവരെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. വേദവസ്തുത്തില് നമ്മൾ ഹല്ലേലൂയ ഉടനീളം പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അർദ്ധരാത്രിയിലൂടെ ജീവിതത്തിലെ ഉറക്കം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് വിഷമിച്ച് ഹല്ലേലൂയ ഇരുന്നതായ അനേകരെയും തക്ക സമയത്ത് ഉയർത്തിയതായ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം ഇവിടെ അഹരോനു വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഇവിടെ ൊക്കെയാണ് നമുക്ക് ഇലക്ഷനൊക്കെ ഉള്ളത്. എന്നാൽ ദൈവത്തിന്റെ ബുക്കിനകത്ത് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സെലക്ഷനാണ്. അവിടെ തെരഞ്ഞെടുപ്പാണ്. ദൈവത്തിന്റെ വചനത്തിൽ തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം അനേകരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു, ദൈവം ഇസ്ഹാക്കിനെ തെരഞ്ഞെടുത്തു, ദൈവം യാക്കോബിനെ തെരഞ്ഞെടുത്തു, ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവം അപ്പോസ്തലൻ പൗലോസിനെ തെരഞ്ഞെടുത്തു, ദൈവം എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആ തെരഞ്ഞെടുത്ത കർത്താവിനെ കരകുലുയർത്തി ഇന്ന് പലക്കാലം നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മളെ അവൻ തെരഞ്ഞെടുത്തത് നമ്മുടെ കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല. അവൻ നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മുടെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടല്ല. ഹല്ലേലൂയ. അവൻ നമ്മളെ തെരഞ്ഞെടുത്തത് ഹല്ലേലൂയ നമ്മുടെ പേഴ്സണാലിറ്റി കൊണ്ടല്ല. അവൻ നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മുടെ കുടുംബത്തിന്റെ പേര് കൊണ്ടല്ല. ഹല്ലേലൂയ. അവൻ ഇഷ്ടം തോന്നി അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവന് ഇഷ്ടം തോന്നി അവന്റെ സമയത്ത് അവൻ നമ്മളെ തെരഞ്ഞെടുത്തതിനായി ദൈവമക്കൾ സ്തോത്രം ചെയ്യും. ദൈവമക്കളെ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ മാത്രം സ്തോത്രം ചെയ്യുന്നവരല്ല. പ്രിയമുള്ളവരെ, ദൈവമക്കളെ എന്ന് ആരാധനയിൽ കടന്നു കഴിഞ്ഞാലും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതായ അവന്റെ ആ മഹാകൃപയെ, അവന്റെ ആ കരുണയെ ഓർത്തുകൊണ്ട് ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, വാൾമാർട്ടിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെൽഫില് എത്രയോ സാധനങ്ങൾ കാണും. എന്നാൽ എല്ലാ സാധനങ്ങളും നമ്മൾ പൊറുക്കുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഗ്രാമത്തില്, നമ്മൾ താമസിച്ചതായ കുടുംബത്തില്, അല്ലെങ്കിൽ പട്ടണങ്ങളിലൊക്കെ എത്രയോ ആയിരങ്ങൾ താമസിച്ചതായ ഒരു സ്ഥലമാണ്. എന്നാൽ ഒരു ഷെൽഫിൽ നിന്ന് ചില നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പോയി പിക്കപ്പ് ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ എൻ്റെ വില്ലേജ് വന്ന്, നിന്റെ വില്ലേജ് വന്ന്, നിന്റെ കുടുംബത്ത് വന്ന് നിന്നെ പിക്കപ്പ് ചെയ്ത് ഹല്ലേലൂയ ആ വിളി നിന്റെ മേൽ തന്നതിനായി, നിന്നെ തെരഞ്ഞെടുത്തതിനായി നമ്മുടെ കരങ്ങളിൽ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ വിളിയാലുള്ള ആശ ഇതെന്ന് ദൈവമക്കൾ അറിയണം. ഹല്ലേലൂയ. അവൻ നമ്മളെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു മർമ്മം തന്നെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാർക്കും മനസ്സിലാകുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ ഉള്ളതായ തെരഞ്ഞെടുപ്പുകളെല്ലാം എന്തുവാണ്? ഹല്ലേലൂയ. മനുഷ്യന് ചിലതിനൊക്കെ മാർഗടും അത് പാസ്സായെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്തുവാണ്? ഒരു മർമ്മമാണ്. അത് ദൈവത്തിന്റെ ഒരു സ്കെയിലുണ്ട്. ദൈവത്തിന്റെ മനസ്സ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അറിയാവുന്ന ആരുമില്ല. അവന്റെ
മനസ്സനുസരിച്ച്, അവന്റെ ഹൃദയം അനുസരിച്ച്, അവന്റെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ എന്താണ് അവന് ഹല്ലേലൂയ ആ വ്യക്തി എന്താണ് തെരഞ്ഞെടുക്കും. നമ്മളെയൊക്കെ അവനെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ദൈവമക്കളെ സ്തോത്രം ചെയ്യണം. ഇവിടെ ഇപ്പോൾ വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ വടികളെല്ലാം കൊണ്ടുവച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രൈസിസിലാണ് വാസ്തവത്തിലെ അഹരോന്. എന്നാൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഈശ്വരൻ ഒന്നുകൂടെ വായിച്ചാട്ടെ. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റെന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവ്യഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചിരുന്നു. ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് അത് തളർത്തു, പൂത്തു, ഫലം കഴിച്ചു. ഞാൻ ഈ ബദാമിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു പഠനം നടത്തിയപ്പോൾ ഇസ്രയേലിലാണ് ഈ ബദാം കൂടുതൽ ഉണ്ടാകുന്നത്. അത് സയൻസ് അനുസരിച്ച് അല്ലെങ്കിൽ കൃഷിശാസ്ത്രം അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 9 മുതൽ 10 മാസമെങ്കിലും കുറഞ്ഞ പക്ഷം എടുത്തെങ്കിൽ മാത്രമേ ഒരു ബദാം കായ്ക്കുകയോ പൂക്കുകയോ ചെയ്യുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ 10 മാസം എടുത്തില്ല. എന്നാൽ ഒറ്റ രാത്രിയോട് ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ എന്തുവാണ്? ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ എന്തുവാണ്? സമയം പോലും പരാജയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയത്തിന് മുമ്പ് ചിലതൊക്കെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നൊരു കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. നിന്റെ കണക്ക് കൂട്ടുകൾ പോലെ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നതായ സമയത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളതായ ഒരു ദൈവമാണ്. ഇവിടെ ദൈവത്തിന് വേണ്ടി നിന്നതായ ലേവ്യ ഗോത്രം, ദൈവത്തിന് വേണ്ടി നിന്നതായ മോശ, ദൈവത്തിന് വേണ്ടി നിന്നതായ അഹരോൻ, ഹല്ലേലൂയ, അവരുടെ മുമ്പിൽ എന്തുവാണ്? സമയം പരാജയപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനുഷ്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശം വേണം. ഹല്ലേലൂയ. ഇത് ഉണങ്ങിയ വടിയാണ്. ഹല്ലേലൂയ. 10 മാസം എടുക്കും ബദാം കായ്ക്കണമെങ്കിൽ മാനുഷ്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു അഹരോൻ ചിന്തിച്ചാണ് സൂര്യപ്രകാശം ഒന്നും ലഭിച്ചില്ലെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, സൂര്യനെ ഉണ്ടാക്കിയതായ കർത്താവ്, പ്രഭയായ കർത്താവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രഭയുടെ ഉടയവനായ കർത്താവ്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ വടിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ വടിയെ അവൻ ഉണർത്തും. എൻ്റെ വടി ഒന്ന് ഹല്ലേലൂയ തളർക്കും. എൻ്റെ വടി കായ്ക്കും. അത് ഫലം തരുമെന്ന് ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ ഭക്തൻ വിശ്വസിച്ച് കാണും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാധ്യത ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് സാധ്യത ഉളവാക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? സമയത്തെ പരാജയപ്പെടുത്തുക മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ മുമ്പിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയാണ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, നീ ഉപവസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതായ വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി എന്തുവാണ്? ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് വലുത് പറയുന്നത്. കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി താൻ ചെയ്യുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തില് തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിന് അങ്ങനെയുള്ളതായ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 8-ന്റെ ഒടുവില് അഹരോന്റെ വാടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്തു, പൂത്തു, ബദാം ഫലം കഴിച്ചു. നമ്മളെ ഈ ട്രിനിറ്റി പഠിക്കുന്ന പോലെ, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പോലെ ഒരു തൃത്വത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തുവാണ് സംഭവിക്കുന്നത്? അത് തളർത്തു, രണ്ടാമത് അത് പൂത്തു, അത് ഫലം കായ്ച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, സാധ്യതയില്ലാത്ത ഇടത്ത് സാധ്യത ഒരുക്കുന്ന കർത്താവ്. എത്ര വിശ്വസിച്ച് നീ എപ്പോഴും ചിന്തിച്ചേക്കാം, എൻ്റെ ജീവിതത്തിൽ സാധ്യതകൾ വളരെ കുറവാണ്, എനിക്ക് ആ ജോലി കിട്ടുവാൻ സാധ്യതയില്ല, എനിക്കത് പഠിക്കുവാൻ സാധ്യതയില്ല, എനിക്ക് ആ യൂണിവേഴ്സിറ്റി പോകുവാൻ സാധ്യത കുറവാണ്, എനിക്കൊന്ന് മുന്നോട്ടൊന്ന് കയറുവാൻ സാധ്യത കുറവാണ്, ഹല്ലേലൂയ, എൻ്റെ ഭവനത്തിൻ്റെ ചുറ്റുപാട് പഠിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല, സാധ്യത വളരെ കുറവാണ്. ഇന്ന് പലകാലം ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അഹരോന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടിയെ തളർത്ത് ഹല്ലേലൂയ, 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 അതിന് ഫലം കൊടുക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ വിശ്വാസത്തിൽ കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇവിടെ അങ്ങനെ കർത്താവിന് വേണ്ടി നിന്നതായ ഹല്ലേലൂയ ആ ഭക്തന്റെ ജീവിതത്തിലെ അത്ഭുതമുണ്ടാകുന്നു. പിന്നീട് നമ്മൾ 18-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ എന്തുവാണ് ഇപ്പോൾ ദൈവം ഒരു തീരുമാനം എടുക്കുകയാണ്. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി നിന്നവരെ ഞാൻ ഏത് തലമുറയിലും പോറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ, അവർ വേറൊന്നും ചെയ്യണ്ട. ഇവിടെ നമുക്ക് അതിനു വേണ്ടി ഒരു ഭാഗം വായിക്കാം. 32-ാം അധ്യായം അതിന് 20-ാം വാക്യം വായിക്കാം. അല്ല, 18-ാം അധ്യായം 20-ാം വാക്യം. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം. യഹോവ പിന്നെയും അഹരോനോട്, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരു അവകാശവും ഉണ്ടാകരുത്, അവരുടെ ഇടയിൽ നിനക്കൊരു ഓഹരിയും അരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവും ആകുന്നു എന്ന് അരുളിച്ചെയ്തു. ഇവിടെ പറയാണ് ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ഇവിടെ ഇസ്രായേൽ സഭ മുഴുവൻ 30 ലക്ഷം ആളുകൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത മഹാപുരോഹിതൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത പുരോഹിതൻ ആരാണ് മോശ അനൗൺസ് ചെയ്യുന്ന കാത്തിരുന്നപ്പോൾ ഇപ്പോൾ അഹരോന്റെ വഴി തളർത്തു. അഹരോൻ തന്നെ ലേവ്യര് തന്നെ ഈ ശുശ്രൂഷ ചെയ്യുന്നതായ അനൗൺസ്മെന്റ് നടന്നു കഴിഞ്ഞു. എന്നാൽ ദൈവം ഇപ്പോഴേ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം പറയാണ്. ഹല്ലേലൂയ, പിന്നെ യഹോവ പിന്നെ അഹരോനോട്, നിനക്ക് അവരുടെ ഭൂമിയിലെ ഒരു അവകാശവും ഉണ്ടാകരുത്. കാര്യം ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരെ നമുക്കറിയാം അവരെ അവിടെ പ്രോമിസ് ലാൻഡിൽ അവർ കടന്നു. എന്നാൽ ജോഷിയുടെ നേതൃത്വത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ അളവുനൂലെടുത്ത് അവർക്ക് വേണ്ടതായ ഓരോ ഭാഗങ്ങളും എന്തുവാണ് അവർക്ക് മുറിച്ച് കൊടുത്തു. ചിലർക്ക് മല കിട്ടി കാണും, ചില മലകൾ കിട്ടി, ചിലർക്ക് താഴ്വര കിട്ടി, തെക്കേ സൈഡ്, വടക്കേ സൈഡ്, പടിഞ്ഞാറേ സൈഡ്, ഇങ്ങനെയൊക്കെ എന്തുവാണ് മുറിച്ച് ഇവർക്കെല്ലാം കൊടുത്തു. എന്നാലേ അവൻ പറയാണ് ദൈവം പറയാണ്, ലേവ്യരെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കുറച്ച് ഏക്കർ കണക്കിന് വസ്തുക്കളെ, എന്നാൽ ഞാൻ നിങ്ങൾക്കൊന്നും തരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഒന്നും തരുന്നില്ല. ആദ്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഹരോൻ ചിന്തിച്ചു കാണും, എടാ എന്തോ തീരുമാനമോ ഇത്, ഞാൻ ശുശ്രൂഷ ചെയ്ത് എൻ്റെ വടിയൊക്കെ തളർത്തു, എന്നാൽ ഇപ്പം ദൈവത്തിൻ്റെ തീരുമാനം എന്തുവാണ്? ഹല്ലേലൂയ, ഞങ്ങൾക്കൊന്നുമില്ല, മറ്റുള്ളവർക്കെല്ലാം വീതിച്ച് കൊടുക്കുന്നു, അവർക്കെല്ലാം ഇൻഹെറിറ്റൻസ് ഉണ്ട്, അവർക്കെല്ലാം അവകാശമുണ്ട്, അവർക്ക് ഭൂമിയുണ്ട്, എന്നാൽ ഞങ്ങൾക്കൊന്നുമില്ലയോ? എന്നാൽ ദൈവം ഒരു കാര്യം എന്തുവാണ് അവരോട് പറയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, അവിടെ അതിൻ്റെ ഒടുവിലത്തെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശമാകുന്നു. ഹല്ലേലൂയ, ഞാൻ ഉണ്ടാക്കിയ ചില സൃഷ്ടിച്ചതായ ചിലതിനെയൊക്കെ അവർക്ക് കൊടുക്കുന്നേ ഉള്ളൂ, എന്നാൽ ഞാനാണ് നിന്റെ ഓഹരി. ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ ഓഹരി ആയിരിക്കാതെ കരങ്ങളിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് 16-ാം സങ്കീർത്തനം അതിൻ്റെ 5-ലും 6-ലും പറയുന്നുണ്ട്, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് ആരാകുന്നു? യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ പോർഷൻ, നമ്മുടെ ഓഹരി നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ, ഒന്നും ലഭിച്ചില്ലെങ്കിലും കർത്താവ് നമ്മുടെ ഓഹരി ആയിരുന്നാൽ മാത്രം മതി. ലേവ്യരുടെ ഓഹരി എന്തുമാണ്? കർത്താവായി തീർന്നു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ, സമയക്കുറവുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാണ്, പിന്നീട് നമ്മൾ അതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ ദൈവം പറയാണ്, ലേവ്യർ എന്തുമാണ്? സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രയേലിലുള്ള ദശാംശമെല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 11 ഗോത്രങ്ങളും എന്തുവാണ്? അവർക്ക് ഇച്ചിരി ഏക്കർ കണക്കിന് സംഗതികളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവർ ജോലി ചെയ്യും, അവർ കാര്യങ്ങളൊക്കെ നോക്കും, എന്നാൽ എവിടെ എല്ലാം ദശാംശം ആർക്ക് കൊടുക്കണം? ലേവർക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഞാൻ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഇങ്ങനെയാണ് സാധ്യത. അപ്പോൾ 100 ഉണ്ടെങ്കിൽ രൂപേൻ ഗോത്രത്തിന് 100 ഉണ്ടെങ്കിൽ അവർ ചിന്തിച്ചു, എന്തുവാണ് ഞങ്ങൾ 10% ആണല്ലോ കൊടുക്കേണ്ടത്, അപ്പോൾ 10%, അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 90 കാണത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റ് ബെന്യാമിൻ ഗോത്രം അവരും എന്തുവാണ് 10% അവർ കൊടുത്തപ്പോൾ അവർക്കും 90 ഉള്ളൂ. അപ്പോൾ ഈ 12 ഗോത്രത്തിൽ 11 പേരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാം എന്തുവാണ് 90 ഉള്ളൂ. എന്നാൽ ഈ ലേവർക്ക് കിട്ടിയത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് 12 ഗുണം 10 അല്ലെ 11 ഗുണം 10 എന്ന് ചോദിക്കുമ്പോൾ എന്തുവാണ് 110%. 110 അവർക്ക് കിട്ടി. മറ്റവർക്ക് എന്തുവാണ് എണ്ണിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 90 അവർക്ക് കാണുകയുള്ളൂ. കാര്യം ഹല്ലേലൂയ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഓഹരിയാണ്, ദശാംശം വായിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചോണമെന്ന് ലേവ്യരോട് പറഞ്ഞു. എന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ ദൈവം അത്ഭുതകരമായി എന്തുവാണ് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നതായ ഹല്ലേലൂയ അഹരോനെയും ഹല്ലേലൂയ അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ഗോത്രത്തെയും ദൈവം മാനിച്ചു. നമുക്ക് എഴുന്നേൽക്കാം, ഒരു പാട്ട് പാടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ഓഹരിയായിരിക്കാതെ നമുക്ക് കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, കർത്താവിൻ്റെ പക്ഷത്ത് ഞാൻ നിൽക്കുമെന്ന് പറയുന്ന ഒരു കരങ്ങളിൽ കർത്താവ് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ സാധ്യതയില്ല എന്ന് പറയുന്നവരുടേതായ വഴികളെയൊക്കെ കർത്താവ് ഒന്ന് തളർപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, തളർക്കും. ഹല്ലേലൂയ, ഞാൻ തളർക്കും എന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ
ഉണങ്ങി ഇരിക്കുവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഒരു തളിർപ്പ്, ഹല്ലേലൂയ, ഒന്ന് തളിർക്കണം. നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്കൊന്ന് തളിർക്കണം. നമുക്ക് ഫലം കായ്ക്കണം. ആ ബദാം വൃക്ഷം ഫലം കായ്ച്ചതുപോലെ തളിർക്ക മാത്രമല്ല, ഹല്ലേലൂയ, ഫലം കായ്ച്ചുകൊണ്ട് ഈ തലമുറയിലെ ലേവ്യരെ ശുശ്രൂഷ ചെയ്ത്, ഹല്ലേലൂയ, അവര് ജീവിച്ചതുപോലെ ഞാനും ജീവിക്കുന്നത് പറയും. ഹല്ലേലൂയ.